നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയോ? ലച്ചു ചേച്ചി പേന തന്നാ നല്ല മാർക്ക് കിട്ടാതെ പോവോ? ഞാനിപ്പോ +1 എനിക്ക് നല്ല മാർക്ക് കിട്ടിയതേ നീ നന്നായി പഠിച്ചിട്ടാ. പിന്നെ ലച്ചു ചേച്ചിയുടെ ആരെയാ എവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നേ? ലച്ചു ചേച്ചിയുടെ ഭർത്താവിന്റെ ബന്ധുവാണോ? അമ്മ അങ്ങനെയാ പറഞ്ഞത്. അതെ, ആ ചേച്ചിയുടെ കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതായി അമ്മ പറഞ്ഞു. ചേച്ചി വിഷമിക്കണ്ട, ഇവിടെ അടുത്തൊരു ശിവന്റെ അമ്പലമുണ്ട്. വരുന്ന തിങ്കളാഴ്ച രാത്രി അവിടെ പോയി ശിവാഗ്നി എടുത്ത ആഗ്രഹിച്ചതെന്തോ അത് സാധിക്കും. പക്ഷേ അതത്ര നിസ്സാര കാര്യമല്ല. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോ എനിക്ക് ചെയ്യാലോ ജാനി? ചെയ്യാം, പക്ഷെ ഒരുപാട് അപകടം പിടിച്ച പൂജയാ അത്. മൺകലം തലയിൽ വെച്ച് അതില് തീ കത്തിച്ചു വേണം നടക്കാൻ. ഓം നമഃശിവായ ഉരുവിട്ട് മൺകലത്തിലെ തീ കാട്ടിനുള്ളിലെ ശിവലിംഗത്തിന് മുന്നിൽ വെച്ച പാത്രത്തിൽ കൊണ്ടുപോയി ഇടണം. ആരും കൂട്ടിനുണ്ടാവാൻ പാടില്ലെന്നാ കേൾക്കുന്നത്. നടക്കുന്ന വഴിയിൽ ഉഗ്രവിഷമുള്ള കരിനാഗങ്ങളുണ്ട്. പോയാൽ ജീവനോടെ തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ല. പിന്നെ ഈ മനയിലെ സുഭദ്ര തമ്പുരാട്ടി അവരുടെ മകനെ രക്ഷിക്കാൻ ഇതുപോലെ അഖണ്ഡ ജ്യോതി എടുത്ത് കാട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നില്ല. വിഷം തീണ്ടിയാ മരിച്ചതെന്നും അതല്ല മൺകുടത്തിലെ അഗ്നി പടർന്നാ മരിച്ചതെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ മകൻ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ടാ ആരും അങ്ങനൊരു പരീക്ഷണത്തിന് പോവാത്തത്. കേൾക്കുമ്പോ തന്നെ പേടിയാവും. എന്ത് നുണക്കഥയാ കാന്താരി ലച്ചുനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ലച്ചുവിന്റെ മുഖം കണ്ടാൽ അറിയാം പേടിച്ച നിൽക്കുന്നതെന്ന്. കൊച്ചു തിരുമേനി ഒന്ന് പോയേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് പേടിക്കുന്ന ആളൊന്നും അല്ല ലച്ചു ചേച്ചി. അപ്പോ നിനക്ക് ലച്ചുനെ നേരത്തെ അറിയോ? ഞങ്ങള് പെരുവണ്ണാപുരത്തുകാരാണെന്ന് കൊച്ചു തിരുമേനി മറന്നോ? എന്നാ പിന്നെ ഞാനില്ലേ. നാട്ടുകാർ തമ്മിൽ എന്താന്ന് വെച്ചാ അയക്കോ. അയാള് ജാനിക്കുട്ടി എന്തിനാ കൊച്ചു തിരുമേനി എന്ന് വിളിച്ചത്? അയാൾ ഇവിടുത്തെ ജോലിക്കാരനല്ലേ? ലച്ചു ചേച്ചി എന്തായി പറയുന്നേ? കൊച്ചു തിരുമേനി ജോലിക്കാരനോ? മൂസ് തിരുമേനിയുടെ കൊച്ചുമോനാ അത്. സത്യമാണ് ജാനിക്കുട്ടി പറയുന്നത്? ആയുർവേദ ഡോക്ടർ കൂടിയാ കൊച്ചു തിരുമേനി. പഠിപ്പ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ആരും ലച്ചു ചേച്ചിയുടെ വിവരങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഇവിടെ എല്ലാരും ഗോവിന്ദ് എന്നാ വിളിക്കാറ്. അയ്യോ, ആളറിയാതെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത്. അതെ, അമ്മ പോവാനിറങ്ങി. ഞാൻ പോട്ടെ, നാളെ കാണാം. ശരി മോളെ. എന്റെ ചേച്ചിക്ക് വേണ്ടി എനിക്ക് അഖണ്ഡ ജ്യോതി എടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.